എൻ്റെ പേര് അക്ഷയ് പ്രേമാനന്ദ്. ഞാൻ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഡെൻ്റൽ സർജനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മിഡ് ലൈൻ ഡയസ്റ്റീമിനെ പറ്റിയാണ്. പല്ലുകൾക്കിടയിലെ ഗ്യാപ്പിനെയാണ് നമ്മൾ മിഡ് ലൈൻ ഡയസ്റ്റീം എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണം ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ മസിൽ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ ആണ്. പല്ലുകൾക്കിടയിലൊരു മസിലുണ്ട്, അതിനെ നമ്മൾ ലേബിയൽ ഫ്രീനം എന്നാണ് പറയുന്നത്. അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് കുറച്ച് താഴോട്ടാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് കട്ടി കൂടിയ അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ നമ്മുടെ പല്ലിനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൽ ഗ്യാപ്പായിട്ട് വരും. പിന്നെ രണ്ടാമത്തെ കാരണം പല്ലിൻ്റെ വലിപ്പക്കുറവുകളാണ്. പിന്നെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹാബിറ്റ്സ് ആണ്. ചെറുപ്പത്തിൽ ഈ തം സക്കിങ് അതുപോലെ ടങ് ത്രസ്റ്റിങ് പോലത്തെ ഹാബിറ്റ്സ് ഉണ്ടെങ്കിലും ഇതുപോലെ പല്ല് ഡെവലപ്പായിട്ട് വരാം. പിന്നെ ഈ കണ്ടീഷൻ ചെറിയ കുട്ടികൾ കാണുന്നതാണെങ്കിൽ അത് വളരെ നോർമലാണ്. അഡൾട്ട്സിൽ കാണുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രീനത്തിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് സിംഗിൾ ഡേ തന്നെ ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയറിലൂടെ ഇത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ല അല്ലെങ്കിൽ നമുക്ക് കമ്പിയിട്ടും അതേപോലെ തന്നെ എലൈനേഴ്സ് യൂസ് ചെയ്തും ഇത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമുക്ക് ഇത് പിന്നെ സിംഗിൾ ഡേ തന്നെ വെനീർസ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് യൂസ് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്, ചെറിയ ഗ്യാപ്പൊക്കെ ആണെങ്കിൽ. അപ്പം ഇതുപോലത്തെ പ്രശ്നങ്ങളായി ബുദ്ധിമുട്ടുന്നതാണെങ്കിൽ സെൻറ്റ് ജോസഫ് ഡെൻ്റൽ ക്ലിനിക്കുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക.